ഓം നമ ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പോൾ മക്കൾക്ക് ഗ്രാമർ പാർട്ടിൽ വചൻ ആണ് ഇന്ന് മിസ്സ് പഠിപ്പിക്കുന്നത്. വചൻ മുന്നേ മിസ്സ് പഠിപ്പിച്ച് തന്നതാണ്. അത് ഒന്നുകൂടെ എക്സ്ട്രാ ഉദാഹരണങ്ങൾ വഴി മിസ്സ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അത് നന്നായി കേട്ട് മനസ്സിലാക്കി വെക്കുക. വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഇത് കൂടുതൽ മക്കൾക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഗ്രാമർ എല്ലാ ക്ലാസ്സിലും വേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വചൻ എന്ന ഭാഗം, വചൻ എന്ന പാർട്ടാണ് ഇന്ന് നമ്മൾ ഗ്രാമറിൽ പഠിക്കുന്നത്. ഓക്കെ, വചൻ കി പരിഭാഷ. വചൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, വചൻ കി പരിഭാഷ. वचन का शाब्दिक अर्थ സംഖ്യാവാചക് വചൻ ഹോത്താ ഹെ. വചനിൻ്റെ ശാബ്ദിക അർത്ഥം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സംഖ്യാവചനമാണ്. സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ വചനമെന്ന് ഉദ്ദേശിക്കുന്നത്. സംഖ്യാവചൻ കോ ഹി വചൻ കഹത്തെ ഹെ. സംഖ്യാവചനത്തെയാണ് വചൻ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. വചൻ കാ ഏക് അർത്ഥ कहना भी होता है. संज्ञा के जिस रूप से किसी व्यक्ति वस्तु के एक से अधिक होने का या एक होने का पता चले उन्हें वचन कहते हैं. ഇതാണ് മെയിനായിട്ടും വചൻ എന്നുള്ളതിൻ്റെ പരിഭാഷ. സംജ്ഞാക്കെ ജിസ് രൂപസെ, സംജ്ഞയുടെ അല്ലെങ്കിൽ നാമത്തിൻ്റെ ഏതൊരു രൂപത്തിനാണോ കിസി വ്യക്തി വസ്തുക്കെ एक से अधिक होने या एक होने का पता चले, ഒന്നിലധികത്തെയോ സൂചിപ്പിക്കുന്നത്. സംജ്ഞയുടെ ഏത് പദത്തെയാണോ ഏത് വാക്കിനെയാണോ ഒന്ന് അല്ലെങ്കിൽ ഒന്നിലധികം എന്ന് സൂചിപ്പിക്കുന്നത് അതാണ് വചനം. ഓക്കെ, ഒന്നോ ഒന്നിലധികത്തെയോ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വചൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വാക്കുകൊണ്ടാണോ ആ സംജ്ഞ ഒന്നാണ് അല്ലെങ്കിൽ ഒന്നിലധികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെയാണ് നമ്മൾ വചനം എന്ന് പറയുന്നത്. ഓക്കെ, അർത്ഥാത് സംജ്ഞാ കെ ജിസ് രൂപ സേ സംഖ്യാ കാ ബോധ് ഹോ ഉസേ വചൻ കഹത്തെ ഹെ. സംജ്ഞയുടെ ഏതൊരു രൂപത്തിനാണോ സംഖ്യയുമായിട്ട് ബന്ധമുള്ളത്, സംഖ്യയെ സൂചിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ വചൻ എന്ന് പറയുന്നത്. അർത്ഥാത് സംജ്ഞ സർവനാം വിശേഷൺ ഔർ ക്രിയാ കെ ജിസ് രൂപ സേ ഹമേ സംഖ്യാ കാ പത ചലെ ഉസേ വചൻ കഹത്തെ ഹെ. അപ്പോൾ സംജ്ഞ സർവനാം വിശേഷൺ ഔർ ക്രിയ, ഇതിൽ ഏത് രൂപത്തിനാണോ സംഖ്യയുമായിട്ട് ബന്ധമുള്ളത്, അപ്പോൾ സംഖ്യയെ സൂചിപ്പിക്കുന്നതിനെയാണ് വചൻ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഏതൊരു സംജ്ഞയെയാണോ സംഖ്യയായിട്ട് സൂചിപ്പിക്കുന്നത്, ഒന്നിലധികമോ ആയിട്ട് സൂചിപ്പിക്കുന്നത് അതിനെയാണ് വചനം എന്ന് പറയുന്നത്. ഓക്കെ, ജൈസെ എക്സാമ്പിൾ, ഒരു സെൻറ്റൻസിലൂടെയാണ് ഇത് എക്സാമ്പിൾ പറയുന്നത്. ജൈസെ ലഡ്കി ഖേൽത്തി ഹെ, പെൺകുട്ടി കളിക്കുന്നു. അപ്പോൾ അതിൽ എത്ര ആളുണ്ട്? ഇവിടെ സംജ്ഞ എന്ന് പറയുന്നത് പെൺകുട്ടിയാണ് അല്ലേ, ഒരു നാമം, ഒരു പേര്, ഒരാൾ പെൺകുട്ടിയാണ്. അപ്പോൾ ലഡ്കി, പെൺകുട്ടി കളിക്കുന്നു. ലഡ്കി ഖേൽത്തി ഹെ. അപ്പോൾ എത്ര കുട്ടികളുണ്ട് അതിൽ? ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് ഏകവചനമാണ്. ഒന്ന് മാത്രം ഉള്ളതിനെ സൂചിപ്പിക്കുന്നത് ഏകവചനം എന്നും ഒന്നിലധികം ഉള്ളതിനെ സൂചിപ്പിക്കുന്നത് ബഹുവചനമെന്നും ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലഡ്കി ഖേൽത്തി ഹെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി കളിക്കുന്നു, ഒറ്റൊരു കുട്ടിയേ ഉള്ളൂ, ഒരാൾ മാത്രം, അതുകൊണ്ട് അത് ഏകവചനമാണ്. പക്ഷേ അതേ സംഭവം നമ്മൾ ബഹുവചനത്തിൽ എഴുതുമ്പോൾ ലഡ്കിയാം ഖേൽത്തി ഹൈം അല്ലേ, ലഡ്കിയാം എന്ന് വരണം. ഒരു പെൺകുട്ടി, അനേകം പെൺകുട്ടികൾ
അല്ലേ? അപ്പോൾ ലഡ്കിയാം ഖേൽത്തി ഹൈം. അപ്പോൾ ഹേ എന്നുള്ളത് ഏകവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. ബഹുവചനത്തിൽ ഉപയോഗിക്കുമ്പോൾ ഹേ എന്ന് എഴുതിയിട്ട് മേലെ ഒരു ഡോട്ട്, അല്ലേ, ഒരു ബിന്ദു. അപ്പം ലഡ്കിയാം എന്ന് വരണം. ലഡ്കി എന്നുള്ളതിൻ്റെ ബഹുവചനം ലഡ്കിയാം, പെൺകുട്ടി പെൺകുട്ടികൾ, അല്ലേ, ആൺകുട്ടി ആൺകുട്ടികൾ, അങ്ങനെ വരണം. അപ്പോൾ ലഡ്കി ഖേൽത്തി ഹെ, പെൺകുട്ടി കളിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബഹുവചനം പെൺകുട്ടികൾ കളിക്കുന്നു എന്നാവണം, അല്ലേ? അപ്പോൾ ലഡ്കിയാം ഖേൽത്തി ഹൈം, ഒന്നിലധികം ഉള്ളതുകൊണ്ട് ഖേൽത്തി ഹൈം എന്ന് പറയണം. ഓക്കെ. അപ്പോൾ വചൻ കെ ഭേദ്, വചനത്തിൻ്റെ 2 ഭേദങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഒന്നാമത്തത് ഏകവചനം, രണ്ടാമത്തത് ബഹുവചനം, അല്ലേ? ഏകവചനം എന്ന് വെച്ചാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നത്. ബഹുവചനം എന്ന് വെച്ചാൽ ഒന്നിലധികത്തിനെ, രണ്ടോ രണ്ടിലധികത്തിനെയോ സൂചിപ്പിക്കുന്നതാണ് ബഹുവചനം. ഓക്കെ. അപ്പോൾ വചൻ ഹിന്ദിയിൽ 2 പ്രകാർ ഹേ, ഏകവചൻ और ബഹുവചൻ. ഏകവചനവും ബഹുവചനവും, ഇങ്ങനെ 2 ഭേദങ്ങളാണ് വചനത്തിന് ഹിന്ദിയിലുള്ളത്. ഓക്കെ. ഇനി നമുക്ക് ഏകവചൻ എന്താണെന്ന് നോക്കാം. ഏകവചൻ ക്യാ ഹോത്താ ഹേ എന്ന് വെച്ചാൽ ഏകവചനം എന്താണ്? ജിസ് ശബ്ദ കെ കാരണം ഹമേ കിസി വ്യക്തി വസ്തു പ്രാണി പദാർത്ഥ ആദി കെ ഏക ഹോനെ കാ പതാ ചലതാ ഹേ ഉസെ ഏകവചൻ കഹത്തെ ഹെ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ജിസ് ശബ്ദ കെ കാരണം, ഏതൊരു ശബ്ദം കൊണ്ടാണോ, ഹമേ കിസി വ്യക്തി, നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി, വസ്തു, പ്രാണി എന്ന് പറഞ്ഞാൽ ഒരു ജീവി, പദാർത്ഥ അല്ലെങ്കിൽ ഒരു സാധനം, ആദിക്ക് ഏക ഹോനെ കാ പതാ ചലതാ ഹേ, അതൊക്കെ ഒറ്റ ഒന്ന് മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നത്, കാണിക്കുന്നത്, അതിനെയാണ് ഏകവചനം എന്ന് പറയുന്നത്. ഓക്കെ. ജിസ് ശബ്ദ കെ കാരണം കിസി വ്യക്തി വസ്തു प्राणी पदार्थ आदि के एक होने का पता चलता है उसे ഏകവചൻ कहते हैं. ശബ്ദത്തിൻ്റെ ഏതൊരു രൂപത്തിനാണോ അല്ലെങ്കിൽ ഏതൊരു സംജ്ഞക്കാണോ ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്നത്, ഏതൊരു രൂപമാണോ ഒന്ന് മാത്രം സൂചിപ്പിക്കുന്നത്, അതിനെയാണ് ഏകവചൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലഡ്ക, അല്ലേ, ജैसे ലഡ്ക, ഒരു ആൺകുട്ടി എന്നുള്ള അർത്ഥത്തിലാണ് ലഡ്ക. ലഡ്കി, ഒരു പെൺകുട്ടി. ഗായ്, ഒരു പശു, അല്ലേ. സിപ്പാഹി, സിപ്പാഹി എന്ന് പറഞ്ഞാൽ സോൾജിയർ, ഒരു സോൾജിയർ. ബച്ച, കപ്പട, ബച്ച കുട്ടി, അല്ലേ, കപ്പട ഡ്രസ്സ്. മാതാ, അമ്മ. പിതാ, അച്ഛൻ. മാല, മാല. പുസ്തക്, അല്ലേ, പുസ്തകം. സ്ത്രീ, ടോപ്പി, തൊപ്പി എന്നുള്ള അർത്ഥം ടോപ്പി. ബന്ദർ എന്ന് പറഞ്ഞാൽ മങ്കിയാണ്. മോർ, മയിൽ. ബേട്ടി, ഘോഡ, നദി. കമറ, ഖടി, ഘർ. പിന്നെയോ പർവ്വത്, മേ, വഹ്, യഹ്. റുപ്പയ, ബക്കരി, ഗാഡി. മാലി, അധ്യാപക്. കേല, ചിടിയ. സന്തര, ഗംല, തോത്ത, ചൂഹ. ഇതൊക്കെ വരുന്നത് ഒറ്റ ഒന്നിനെ സൂചിപ്പിക്കുന്ന വേർഡ്സാണ്, അല്ലേ. ഇതിലേത് വേർഡ് വന്നാലും അത് ഒറ്റ ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. സന്തര എന്ന് വെച്ചാൽ ഒരു മധുര നാരങ്ങ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ എല്ലാ വേർഡ്സും ഒറ്റ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവയെല്ലാം ഏകവചനത്തിലാണ് വരുന്നത്. അപ്പോൾ ഒന്നിനെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുവിനെ, ഒരേ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന വേർഡാണ് ഏകവചനം. മനസ്സിലായല്ലോ മക്കൾക്ക്? ഓക്കെ. അപ്പോൾ ജിസ് ശബ്ദ കെ കാരണം ഹമേ കിസി വ്യക്തി വസ്തു പ്രാണി പദാർത്ഥ ആദി കെ ഏക ഹോനെ കാ പതാ ചലതാ ഹേ. ഏതൊരു ശബ്ദം കൊണ്ടാണോ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു പദാർത്ഥം, സാധനം, ഇവയുടെ ഏക ഹോനേക്ക ഒറ്റ ഒന്ന് മാത്രമാണെന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്, അതാണ് ഏകവചനം എന്ന് പറയുന്നത്.
അല്ലേ? അതാണ് ആൺകുട്ടി, പെൺകുട്ടി, പശു, അല്ലേ? സിപ്പാഹി സോൾജർ, കുട്ടി, കപ്പട, വസ്ത്രം, മാതാ, പിതാ, അച്ഛൻ, അമ്മ, മാല, പുസ്തക്, സ്ത്രീ, ടോപ്പി, സുന്ദർ, മോർ, ബേട്ടി, കൊട. ഇതൊക്കെ ഒറ്റ ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ബഹുവചനം എന്താണെന്നാണ്. ओके, बहुवचन क्या होता है? जिस विकारी शब्द या संज्ञा के कारण हमें किसी व्यक्ति, वस्तु, प्राणी, पदार्थ आदि के एक से अधिक का, अनेक होने का या अनेक होने का पता चलता है, उसे बहुवचन कहते हैं. എന്ന് വെച്ചാൽ ഏതൊരു ശബ്ദം കൊണ്ടാണോ, സംജ്ഞ കൊണ്ടാണോ, അല്ലെങ്കിൽ സംജ്ഞയുടെ ശബ്ദം കൊണ്ടാണോ ഒരു വസ്തു, ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു പ്രാണി, ഒരു പദാർത്ഥം, ഇതിൽ ഒന്നിലധികത്തിനെ സൂചിപ്പിക്കുന്നത്, ഏതൊരു ശബ്ദം കൊണ്ടാണോ ഒന്നിലധികത്തിനെ സൂചിപ്പിക്കുന്നത് അതിനെയാണ് ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ തന്ന ഉദാഹരണത്തിന് ബഹുവചനത്തിൽ ഒന്നിലധികത്തിനെ ആയിട്ട് കാണിക്കും, അല്ലേ? അപ്പോൾ ലടുക്ക എന്നുള്ളതിന് ലടുക്കേ, ഗായ് ഗായേം, കപ്പട കപ്പടേ ആയി, അല്ലേ? ടോപ്പി ടോപ്പിയാം, മാല എന്ന ഏകവചനത്തിൽ, പക്ഷേ ബഹുവചനത്തിൽ അത് മാലായേം, മാതാ മാതായേം, പുസ്തക് പുസ്തകേം, വധു വധുയേം, ഗുരു ഗുരുജൻ, റോട്ടി റോട്ടിയാം, അല്ലേ? പെൻസിൽ പെൻസിലേം, സ്ത്രീ സ്ത്രീയാം, ബേട്ടെ ബേട്ട ബേട്ടെ, ബേട്ടിയാം ബേട്ടി ബേട്ടി ബേട്ടിയാം, അല്ലേ? കേലെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ബഹുവചന ശബ്ദങ്ങളാണ്. ഒന്നിലധികത്തിനെ സൂചിപ്പിക്കും. ലടുക്ക എന്ന് പറയുമ്പോൾ ഒരാൺകുട്ടിയാണ്, പക്ഷേ ലടുക്കേ എന്ന് പറയുമ്പോൾ ഒന്നിലധികമാണ്. ഓക്കെ, അതേപോലെ ഗായേം, പശുക്കൾ, ഒന്നിലധികം പശുക്കൾ, കപ്പടേ വസ്ത്രങ്ങൾ, ടോപ്പിയാം തൊപ്പികൾ, മാലായേം മാലകൾ, മാതായേം അമ്മമാർ, പുസ്തകേം പുസ്തകങ്ങൾ, വധുവേം വധുക്കൾ അല്ലെങ്കിൽ വധുമാർ, ഗുരുജൻ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ, റോട്ടിയാം റോട്ടിയാം, അല്ലേ? റൊട്ടികൾ അല്ലെങ്കിൽ ചപ്പാത്തികൾ, പെൻസിലേം പെൻസിലുകൾ, സ്ത്രീയാം സ്ത്രീകൾ, ബേട്ടെ ആൺകുട്ടികൾ, ബേട്ടിയാം പെൺകുട്ടികൾ, കേലെ വാഴപ്പഴങ്ങൾ, ഗംലെ ഗംല എന്ന് പറഞ്ഞാൽ ഫ്ലവർ പോട്ടാണ് ഒന്നിലധികം ഉള്ളത്, ചൂഹേ എലികൾ, തോത്തെ തത്തകൾ, ഘോഡേ കുതിരകൾ, ഘറോം എന്നാൽ വീടുകൾ, പർവ്വതവും പഹാഡ് പർവ്വത് എന്ന് വെച്ചാൽ എന്താണ്? പർവ്വതങ്ങൾ, അല്ലേ? പിന്നെയോ നദിയോ നദികൾ, ഹം ഞങ്ങൾ, വേ അവർ, യേ ഇവർ, ലതായേ വള്ളികൾ, ലടുക്കിയാം പെൺകുട്ടികൾ, ഗാഡിയാം വണ്ടികൾ, ബക്രിയാം ആടുകൾ, രുപ്പയേ ഒന്നിലധികം പൈസ, അല്ലേ? രുപ്പ. അപ്പോൾ ഒന്നിലധികത്തിനെ സൂചിപ്പിക്കുന്നതിനെ ബഹുവചനമെന്നും ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്നതിനെ ഏകവചനമെന്നും പറയുന്നു. ഓക്കെ, ഹിന്ദിയിൽ വചൻ 2 പ്രകാരത്തിലുണ്ട്, ഏകവചനവും ബഹുവചനവും. അതിൽ ഏകവചൻ എന്ന് വെച്ചാൽ സംജ്ഞയുടെ ഏതൊരു ശബ്ദം കൊണ്ടാണോ ഒന്നിനെ സൂചിപ്പിക്കുന്നത് അതാണ് ഏകവചനം. ഓക്കെ, ബഹുവചനം എന്ന് വെച്ചാൽ ഒന്നിലധികത്തിനെ സൂചിപ്പിക്കുന്നത് ബഹുവചന രൂപം. ഓക്കെ, അപ്പോൾ ലടുക്ക എന്നുള്ള ഏകവചനത്തിൻ്റെ ബഹുവചനമാണ് ലടുക്കേ. സോ ഇത് മക്കൾ നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമഃശിവായ. ഇത് നിങ്ങളുടെ റഫ് നോട്ടിൽ ഈ എക്സാമ്പിൾസ്, ഏകവചനം എഴുതിയിട്ട് അതിൻ്റെ എക്സാമ്പിൾസ്, ബഹുവചനം എഴുതിയിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് എഴുതി വെക്കുക. ഓക്കെ, നമഃശിവായ.